ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം 23-ാം വാക്യം. പിറ്റേന്ന് അഗ്രിപ്പാവ് ബെർനേക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു. കൈസരിയിലെ തടവറയിൽ നിന്നും യെരുശലേമിലേക്ക് ന്യായവിസ്താരം മാറ്റുവാനും വഴിയാത്രയിൽ പൗലോസിനെ വധിക്കുവാനും കൊട്ടേഷൻകാരെ ഏർപ്പാട് ചെയ്ത ഇടത്തു നിന്നുമാണ് പൗലോസ് തന്ത്രപൂർവം കൈസരെ അഭയം ചൊല്ലുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. ആ അവസരത്തിലാണ് ഫെസ്തോസിനെ കാണുവാൻ കൈസരിയയിലെത്തിയ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പാകെ പൗലോസ് എത്തിപ്പെടുന്നത്. ഇവിടെ പറയപ്പെടുന്ന അഗ്രിപ്പാവ് ഹെരോദ് അഗ്രിപ്പാവ് രണ്ടാമനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു ബെർനീക്ക. ബെർനീക്കയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് മരിച്ചു പോകുകയും തുടർന്ന് സഹോദരനും അവിവാഹിതനുമായ ഹെരോദ് അഗ്രിപ്പ രണ്ടാമൻ്റെ കൂടെയായിരുന്നു ബെർനീക്ക താമസിച്ചിരുന്നത്. ഇക്കാലത്ത് പുതുതായി ചുമതലയേറ്റ ദേശാധിപതിയായ ഫെസ്തോസിനെ കാണുന്നതിനും പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുന്നതിനും വേണ്ടിയിട്ട് ആയിരുന്നു ബെർനീക്കായും അന്ന് പോയിരുന്നത്. എന്നാൽ ബെർനീക്ക യഹൂദരുടെ രാജകുടുംബമായ ഹെരോദ്യ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. ഹെരോദ്യൻ രാഷ്ട്രീയവും റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണവും ബെർനീക്കയ്ക്ക് വളരെ പരിചിതമായിരുന്നു. ബെർനീക്ക രാഷ്ട്രീയ അധികാരമുള്ള ഒരു യഹൂദ രാജകുമാരിയും ആയിരുന്നു. മാത്രമല്ല AD 66-ൽ റോമാക്കാർക്കെതിരെ യഹൂദരുടെ എതിർപ്പുണ്ടായപ്പോൾ യഹൂദരോട് ദാക്ഷിണ്യം കാണിക്കണമെന്ന് ബെർനീക്ക അന്നത്തെ ഗവർണറോട് അപേക്ഷിക്കുന്നു. മാത്രമല്ല പൗലോസിൻ്റെ സാക്ഷ്യവചനങ്ങളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും രൂപാന്തരത്തെയും ഒക്കെ കുറിച്ച് നേരിട്ട് കേട്ട ഒരു വിശ്വാസിയും ആയിരുന്നു ബെർനീക്ക എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പൗലോസിനെ കാണുവാനും അവൻ്റെ വചനം കേൾക്കുവാനും കാതോർത്തിരുന്ന ഒരു വനിതയുമായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികൾ 25-ാം അധ്യായം 23-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പറയപ്പെടുന്നത് തൻ്റെ സഹോദരനോടൊപ്പം വളരെ ആഡംബരത്തോടെ വന്ന ഒരു വനിതയായിരുന്നു ബെർനീക്ക എന്ന്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പൗലോസിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരാളായിരുന്നു ബെർനീക്ക എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർനീക്കയും അവരോട് കൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു എന്നാണ്. പൗലോസിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് മാറി നിൽക്കത്തക്ക അത്രയും ബഹുമാനം പൗലോസിന് അവർ നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തുടർന്ന് അവർ പറയുന്നത്, ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ തമ്മിൽ പറയുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടാകുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നത് പൗലോസിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബെർനീക്ക അറിഞ്ഞിരുന്നു എന്നതാണ്. അത് ആ സ്ത്രീയെ വളരെ അധികം രൂപാന്തരത്തിലേക്ക് നയിച്ചിരിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവരെല്ലാം ക്രിസ്തുവിനായി നേടിയെടുക്കേണ്ടതിനായിരിക്കാം പൗലോസ് ഒരുപക്ഷെ ഇത്രയധികം കഷ്ടതകൾ തൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നത്. പൗലോസിനെ പോലെ ജീവിതത്തിൽ എന്തെല്ലാം മുഖാന്തരങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും അവയെല്ലാം മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുന്നതിനായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാൽ നമുക്കും ബെർനീക്കയെ പോലെ സത്യത്തിൻ്റെ കാവലാളുകളായിട്ട് തീരുവാൻ കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സത്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.